നിതിൻ ഗഡ്കരി പറഞ്ഞ വാക്ക് മാത്രം ജയസൂര്യയോട് ആവർത്തിച്ചാൽ മതി. ഞങ്ങൾക്ക് ഇവിടെ ഈ ഹൈവേ വന്ന എല്ലാ ക്രെഡിറ്റും വേണം ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ 5,900 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് കൊടുത്തുകൊണ്ടാണ് ഈ ഹൈവേയുടെ സ്ഥലം ഏറ്റെടുപ്പ് സുഗമമായി നടത്താൻ ഇടയാക്കിയതെന്നും അതിന് പിണറായി വിജയനോടും ഗവൺമെന്റിനോടും നന്ദി പറഞ്ഞത് നിങ്ങളെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ്. അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് അംഗീകരിക്കാനുള്ള ഒരു ഡിപ്ലോമസി നിങ്ങൾ കാണിക്കണം. ഞങ്ങളിപ്പോ ചെയ്ത എല്ലാം ഞങ്ങളാണെന്നുള്ള ധാരണ ഞങ്ങൾ പറയുന്നതല്ല. പക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ നാഷണൽ ഹൈവേ ഇങ്ങനെയാക്കി തീർത്തതെന്നുള്ളത് നിങ്ങൾ എത്ര നിഷേധിച്ചാലും അത് നിഷേധിക്കാൻ പറ്റില്ല. 65,000 കോടി രൂപ കേന്ദ്രം കൊടുത്തതാണ്. 65,000 കോടി രൂപ കേന്ദ്രം കൊടുത്തതുകൊണ്ടാണ് ഈ 6 വരി പാത വന്നത്. 5,000 കോടിയിൽ ഇത്രയും തീരുമോ കാര്യങ്ങൾ? അവിടുത്തെ വീട്ടിൽ നിന്ന് തീരില്ലല്ലോ. ഇതിനകത്ത് ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 5-10 കൊല്ലക്കാലം ഇത് നടത്താതിരുന്നതിന്റെ പ്രധാന ഉത്തരവാദി അച്യുതാനന്ദനാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇത് സമ്മതിച്ചിട്ടില്ല. 30 മീറ്റർ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഈ നാഷണൽ ഹൈവേക്ക് 4 വരി പാതയ്ക്ക് ഇടയ്ക്ക് എന്തിനാ ഇത്രയും വീതി ഇട്ടൊരു മീഡിയൻ എന്തിനാന്ന് ചോദിച്ച ആളാണ് പുള്ളി. അതിന് സയന്റിഫിക് ആയ ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ 30 മീറ്റർ പറ്റില്ല എന്ന് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമിക്കാരനെ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും ജമാഅത്ത് ഇസ്ലാമി നീലകണ്ഠനെ പോലുള്ള പരിസ്ഥിതിവാദികളുമാണ് കേരളത്തിൽ ഈ പ്രതിസന്ധി പറയാനില്ല. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അല്ലെ വീണ്ടും അങ്ങേക്ക് നമ്മുടെ ആര് ജയിക്കണമെന്ന് ഒരു അഭിപ്രായം ഇല്ല. പറയാം ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. കേരളത്തിലെ ജനങ്ങൾ അത്ര വിട്ടുകളൊന്നുമല്ല. ഈ ദേശീയപാത എത്രയോ മുമ്പ് വന്നു. ആ ദേശീയപാത ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നടക്കരുത് എന്നുള്ള രീതിയിലുള്ള സമരമുഖം തുറന്നതിൽ എല്ലാവരും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട വിഭാഗത്തെ മാത്രം പറയണ്ട. എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷം മലപ്പുറത്ത് CPM-ന് വലിയ റോളുണ്ട്. വലിയ റോളുണ്ട്. സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയനാ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു ഞങ്ങൾക്ക് എതിർപ്പില്ലെന്ന് പറഞ്ഞു. പിണറായി വിജയൻ 2016 വരുന്നത്. അതിനു മുമ്പ് അച്യുതാനന്ദന്റെ ഒരു യുഗമായിരുന്നു. അന്ന് അദ്ദേഹം പറയുന്നത് നടക്കും. അച്യുതാനന്ദൻ വികസന കാര്യത്തിൽ കാണിച്ച ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.